അവിടെ ഒരു ചെറിയ പൂജ നടക്കുക. നീ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. എന്നെ വിടൂ സ്വാമി, എന്നെ വിടൂ. വേണ്ട സ്വാമി. നിനക്കും സുഖം, എനിക്കും സുഖം, ഇല്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം. ഇതൊക്കെ ഇത്തരം പൂജയുടെ ഭാഗമാണ് കുട്ടി. എന്നെ വിടൂ. അച്ഛാ, അമ്മേ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. അമ്മേ, അത് മാധവിയുടെ കരച്ചിലല്ലേ? എടാ കള്ളസ്വാമി, നിന്നെ ഞാനൊന്ന് കൊല്ലുമട നായിന്റെ പോലെ. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ വേണ്ട ചേട്ടാ. മോനെ ജീവൻ ഓടിക്കോടി. അച്ഛാ, ആ ശിവനെ പിടിച്ചോ, അവനെ വിടരുത്. നിന്റെ ആ സ്വാമിയെ കൊല്ലാത്തരണോ മതിയായിരുന്നു. എന്താണ് മാധവി ഇവിടെ ഒരു മ്ലാനത? ഹായ്, എന്റെ പ്രാ. പ്രായോ? അല്ല, എന്റെ പ്രസാദേട്ടൻ ഷോർട്ടാക്കിയതാണ് എന്റെ പ്രാ. ഞാനൊന്ന് പേടിച്ചു പോയി. എന്താടി നിന്റെ അപ്പൻ നല്ല അടിമ കച്ചവടം തുടങ്ങിയോ? ഏതവനെയാ ആ കെട്ടി അകത്തോട്ട് വലിച്ചു കൊണ്ടുപോയത്? പ്രസാദ് ചേട്ടൻ അറിയോ, നമ്മുടെ പ്രേമം കുളവാക്കാൻ ഈ അച്ഛനൊരു കള്ളസ്വാമിയെ കൊണ്ടുവന്നു. ഇതവന്റെ ശിങ്കിടിയാ. എടാ, നീ വീണ്ടും വന്നോ? നിന്നെ ഞാൻ ഇവിടെ ആട്ടിയതല്ലേ? ആട്ടാൻ ഞാനെന്താ ദോശമാവോ? ആയിരുന്നെങ്കിൽ ഞാൻ ഈ ദോശക്കല്ലിൽ ഇരുന്ന് വെന്തേനെ. അച്ഛാ, എന്റെയും മാധവിയുടെയും കല്യാണം നടത്തി തരണം. സാധ്യമല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യമല്ല. അച്ഛാ, മാധവിയുടെ അച്ഛൻ കേൾക്കാൻ ഈ പ്രസാദ് ചങ്കട്ടടിച്ചുകൊണ്ട് ഒരു സത്യം പറയാം. ഞങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന എന്റെ തുങ്ങിയാടുന്ന നിന്റെ അയ്യേ, അതല്ല, തൂങ്ങിയോടുന്ന എന്റെ ശവശരീരം കാണുന്ന ശവശരീരം. എങ്കിൽ ഞാൻ സംഭവിച്ചില്ലേ. അച്ഛാ, അധികം കളിക്കല്ലേ, തട്ടിക്കളയും ഞാൻ എല്ലാത്തിനെയും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം മനുഷ്യർക്ക് കാലുകൾ തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെയോ സ്വന്തം ജീവനം കൊണ്ട് ഓടാൻ കൂടിയാ. അല്ല പിന്നെ ജീവനി കൊതിയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ചേട്ടാ, ചേട്ടൻ എന്നെ വാർത്തുവല്ലേ? വാട്ടാൻ നീ എന്താ അടുപ്പത്തിരിക്കുന്ന കഞ്ഞിയോ? അല്ല ചേട്ടാ, എന്നെ വെറുത്തുവല്ലേ? വെറുക്കാനോ? എങ്ങനെ വെറുക്കും? നീ നമ്മുടെ കുട്ടിക്കാലം ഓർക്കുന്നില്ലേ? ഓർക്കുന്നു ചേട്ടാ, ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കാലിൽ കരപ്പം വന്നതും. അയ്യേ, കരപ്പനോ? എവിടെ? ഓ, ചേട്ടൻ ഓർക്കുന്നില്ലേ? കാലിൻ്റെതാ ഇവിടെ. ഞാൻ ഓർക്കുന്നു. അവിടെയൊന്നും അല്ലല്ലോ. എങ്കിൽ ഇവിടെ ആയിരിക്കും. അവിടെയുമല്ല, കുറച്ചും കൂടി മുകളിലല്ലേ? അതെ ചേട്ടാ, ഈ മുട്ടിന്റെ ഇവിടെ ആയിരുന്നു. മുട്ടിന്റെ അവിടെ അല്ലല്ലോ, കുറച്ചും കൂടി മുകളിലല്ലേ? ആ മുട്ടിന്റെ അവിടെ ആയപ്പോ കഴുപ്പന്റെ അസുഖം അങ്ങ് മാറി. ഒരു സ്ഥലം. ഒന്ന് പോ ചേട്ടാ, ഈ ചേട്ടന്റെ ഒരു കാര്യം. പ്രണയമല്ലി പുഞ്ചിരിച്ചതിഞ്ഞ ഭൂമി സുന്ദരം. മാധവി, ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലും ഒരു കലാഹൃദയമുണ്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം.
പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം ചേട്ടാ, എനിക്ക് പേടിയാവുന്നു ചേട്ടാ. എന്റെ മാധവേട്ടൻ വന്നു കഴിഞ്ഞാൽ ഗണപതിക്ക് ഉടച്ച് തേങ്ങ പോലെയാക്കും എന്റെ പ്രസാദേട്ടനെ. അതിനു മുമ്പ് എത്രയും വേഗം ഇവിടെ നിന്ന് പോയിക്കോ. നിന്റെ ഒരു മാധവേട്ടൻ അവൻ വന്നു കഴിഞ്ഞാൽ ഈ കത്തിനി കണ്ടോ, ഇത് കുത്തിക്കൊല്ലാൻ മാത്രമല്ല, പിന്നെ നഖം വെട്ടാൻ കൂടി ആയിരിക്കും. അച്ഛാ അച്ഛാ, ഈ തന്ത ഇത് എവിടെ പോയി കിടക്കുകയാണ്? മോനെ ഗണേശ, ഞാൻ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടാൻ പോയതാണ്. ആരാണിവൻ? ഇവനാണ് മോനെ എന്റെ കുഞ്ഞിപ്പെങ്ങളുടെ മാനം കളയാൻ നടക്കുന്ന പ്രസാദ്. ഇവനെ പേടിച്ച് ഞാൻ ഇത്രയും നേരം ഇല്ലം ചുട്ടത്. ഓ, ഇവനാണല്ലേ മാധവേട്ടൻ എപ്പോഴും പറയാറുള്ള ആ വൃത്തികെട്ടവൻ. എന്തായാലും എനിക്കൊരു പുണ്യം. അത് ശരി, അപ്പൊ കാർവൻ ഇത്രയും നേരം അകത്ത് പോയി ഒറ്റയ്ക്ക് ഇല്ലം ചുട്ട് തിന്നുകയായിരുന്നു അല്ലേ? എന്നാൽ ഒരു പ്ലേറ്റ് എനിക്ക് തരാൻ തോന്നില്ലല്ലോ. എന്ത് ഇല്ലം ചുട്ടതേ? ഇതുവരെ ഞാനത് കഴിച്ചിട്ടില്ല. നിർത്തടാ നിന്റെ കൊണവധികാരം. ഇതെങ്ങാണ് മാധവേട്ടൻ അറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. ഇറങ്ങടാ പട്ടി പുറത്തെ. തന്റെ മോനും കേൾക്കാൻ ഈ പ്രസാദ് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരൻ ഈ കാലുകൾ തന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടിയാണ്. പ്രസാദേട്ടാ, എന്നെ വിട്ടിട്ട് പോവല്ലേ പ്രസാദേട്ടാ. എന്തിനാ മോളെ നീ കരുതുന്നത്? ചേട്ടാ, പണ്ട് ദൈവം കപ്പ വാർത്തില്ല, കഞ്ഞി വാർത്തില്ല, പിന്നെയോ കണ്ണീര് വാർത്തു. മോനെ, നിന്റെ കുഞ്ഞിപ്പങ്കിൽ അല്ല നിന്റെ കുഞ്ഞിപ്പങ്ങൾ കഞ്ഞിന് കിട്ടില്ലേ? അവൾ കറുപ്പിണിയാണത്രേ. അതും 16 മാസം കറുപ്പിണി. മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത്? പറയാം മോളെ, അന്ന് നീ ഭയങ്കര പിടിവാശിക്കാരിയായിരുന്നു. മാമ്പഴം വേണമെന്ന് പറഞ്ഞ് നീ ശട്ടി പിടിച്ച് കറിഞ്ഞപ്പോൾ ആ കാണുന്ന മൂവാണ്ടൻ പ്ലാവിൽ നിന്ന് 4 മാങ്ങ പറിച്ചു തന്നതും നീറിന്റെ കഴിയും കൊണ്ട് കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങാപ്പഴങ്ങൾ അന്ന് ഞാൻ നിനക്ക് പറിച്ചു തന്നു. ആ കുഞ്ഞിപ്പെങ്ങളാണോ ഈ തറവാടിന്റെ മാനം കെടുത്തിയത്? എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. എന്ത്? അല്ല, എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. മക്കളെ, അച്ഛനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് പഞ്ചപാണ്ഡവ യുദ്ധത്തിൽ യുധിഷ്ഠിരൻ മുമ്പ് ചെയ്തപ്പോൾ അർജുൻ സിംഗ് നോക്കി നിൽക്കാനേ കഴിഞ്ഞത്. അച്ഛാ, മാധവി, ഞാനവളെ കൊന്നു. എന്റെ പ്രസാദേട്ടാ, എന്റെ പ്രസാദേട്ടനെ നിങ്ങൾ കൊന്നോ? എന്റെ പ്രസാദേട്ടാ. എന്റെ മോൻ പ്രസാദിനെ കൊന്നതിന് നീ എന്തിനാ ചിരിക്കുന്നത്? അവൻ കൊന്നത് പ്രസാദിനെയൊന്നുമല്ല, ആ കള്ളസ്വാമിയായിരിക്കും. അവന്റെ ആ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് നടക്കുമെന്ന്.
ഇനി ഞാനും എന്റെ രഞ്ജിതയും കൂടി ഒരു കലക്ക് കലക്കും. ഇവരെ രണ്ടുപേരെയല്ല ഞാൻ കൊന്നത്. പ്രസാദിനെയും സ്വാമിയെയും ഒന്നുമല്ല ഞാൻ കൊന്നത്. പിന്നെ ആരെയാ കൊന്നത്? ഞാൻ കൊന്നത് കട്ട വലിച്ചുകൊണ്ടിരുന്ന ഈ നാടകത്തിന്റെ സംവിധായകനെയാണ് വെച്ചാ പി പൊന്നപ്പനെയാണ് വെച്ചാ പി പൊന്നപ്പന. എല്ലാം ശരിക്കും എല്ലാവരും കേൾക്കാൻ ഞാൻ ഒരു കാര്യം പറയുക. 12 വർഷമായിട്ട് ഈ നാടകത്തിൽ ഞാൻ മാധവവേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബോറൻ നാടകം വേറെ ഇല്ല എന്നത് പോട്ടെ, ആ പന്നിയുടെ മോൻ ഇതുവരെ എനിക്ക് പൈസ തന്നിട്ടില്ല. എന്ത് നാടകം കളിച്ചാലും ഇടവേളയ്ക്ക് ശേഷം പൈസ തരാന്ന് പറഞ്ഞിട്ട് അവരെന്നെ പറ്റിക്കുകയായിരുന്നു. മാത്രമല്ല ഈ 12 വർഷം എന്നെ നായകനാക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വ്യാമോഹിപ്പിക്കായിരുന്നു അവൻ. ഇന്ന് ആ നായിന്റെ മോന്റെ കഥ ഞാൻ തീർത്തു. നിങ്ങൾ പറയൂ ഞാനൊരു കുറവാധികമാണോ? സമൂഹവും സാഹചര്യവും അതുമാത്രമാണ് അവരെ കൊലപാതകികളാക്കി മാറ്റുന്നത്. ഗണേശ ആവില്ല മക്കളെ, ആവില്ല. പൊന്നപ്പനെ തോപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അവരെന്നും ഞാൻ ചാവില്ല. എന്നാൽ ഈ ചതി അതെന്നോട് വേണ്ടായിരുന്നു. എന്റെ നാടകം പകുതി വെച്ച് നിർത്തേണ്ടി വന്നത് എനിക്ക് കൊണ്ടുവന്നത്. സാരമില്ല, ഈ വ്യക്തി അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.